ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോണത്. ഒരു DIY ബോട്ടിൽ ആർട്ട് എന്നൊക്കെ പറയാം. കാരണം ഇതെല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. പടം വരയ്ക്കാനൊന്നും അറിയണ്ട. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. പ്ലാസ്റ്റിക് ബോട്ടിലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുത്താലും മതി. ബോട്ടിൽ നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലുള്ള മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ പിക്ചറാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഇതുപോലത്തെ പിക്ചേഴ്സ് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ളത് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്താൽ മതിയാവും. ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിലിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഞാൻ ഈ പിക്ചർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ബോട്ടിൽ നല്ല പരന്നിട്ടുള്ള ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പേപ്പറൊക്കെ ഒട്ടിക്കണ ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്താൽ മതി. ഈ പിക്ചറിൻ്റെ ഉയർന്നിരിക്കുന്ന ഭാഗം നമ്മുടെ ബോട്ടിലിൻ്റെ നടുക്കിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഞാനിത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. രണ്ട് സൈഡ് ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഈ താഴ്ഭാഗം ബോട്ടിലിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ കത്രിക വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത ഓരോന്നും താഴേക്കായിട്ട് ഇങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് ഈസിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മറ്റേ സൈഡും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗ്ലൂവും വെള്ളവും കൂടി ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ മേലെ കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബോട്ടിലും ഈ പിക്ചറും തമ്മിൽ നന്നായിട്ട് ചേർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഗ്ലൂവിൻ്റെ ഒരു കോട്ടിങ് ഇതിന് കിട്ടാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അതിനുശേഷം പെബിയോടെ ആക്രിലിക് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. യൂസ് ചെയ്ത ആ ഒരു കളർ ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഒരു യെല്ലോ ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സ്പഞ്ച് യൂസ് ചെയ്താണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു കോട്ട് പെയിൻ്റ് അടിച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ ഒരു കോട്ട് കൂടി പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ രണ്ട് കളേഴ്സ് തമ്മിൽ മിക്സ് ചെയ്ത് ഇങ്ങനൊരു ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ ഒരു ഷെയ്ഡാണ് കൂടുതൽ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്പഞ്ച് യൂസ് ചെയ്ത് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് കവർ ചെയ്യണ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഈ യെല്ലോ കളർ കൂടി പുറത്തേക്കൊന്ന് കാണുന്ന രീതിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ശരിക്കും മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യണത് റൗണ്ട് ബ്രഷ് യൂസ് ചെയ്ത് ചെറിയ ഡോട്ടുകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ഈ ക്ലേ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് എന്തെങ്കിലും യൂസ് ചെയ്തൊന്ന് പരത്തി കൊടുക്കുക. ഞാനിവിടെ മാർക്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക. എന്നിട്ട് കത്തി യൂസ് ചെയ്ത് ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് വരഞ്ഞ് ഒരേ ലെവലാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം മറ്റേ സൈഡിൽ ചെറിയ ട്രയാങ്കിൾ പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ കത്തി വെച്ചിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ട്രയാങ്കിളിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ പിക്ചർ ബോട്ടിലിൽ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത് ഇതിൻ്റെ ചുറ്റും ഒരു ബോർഡർ പോലെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു പിക്ചറിൻ്റെ താഴ്ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കണ്ട, ബാക്കിയുള്ള എല്ലാ ഭാഗത്തും ഈ ഒരു ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഡിസൈൻ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പേനയുടെ ട്യൂബിൽ അതിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് ഈ ക്ലേയുടെ നടുക്കിലായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഇങ്ങനെ ചെറിയൊരു ഡിസൈൻ ഉണ്ടാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഇതിനോട് ചേർന്ന് തന്നെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്ലേ നമ്മുടെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക, ഒരു തിരി പോലെ ആക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ചെയ്യണതെല്ലാം ഇങ്ങനെ ഒരു റാ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. താഴ്ഭാഗത്ത് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം ഞാനിവിടെ ഒരു ടൂത്ത് പിക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈർക്കിലോ അല്ലെങ്കിൽ പിന്നോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു ഡിസൈൻ ഇതിലുണ്ടാക്കിയെടുക്കുകയാണ്. ചരിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ക്ലേ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ചെറിയ ബോൾ പോലെ ഉരുട്ടിയെടുത്ത് അതിനെ ഇതുപോലൊരു മഴത്തുള്ളിയുടെ ഷേപ്പാക്കി എടുക്കുകയാണ്. അത് നമ്മുടെ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഇതുപോലെ ചുറ്റും ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ നടുക്കിലായിട്ട് പെന്നിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസാണ്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ ത്രെഡാണ്.
പിന്നെ ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഈ ത്രെഡ് ഈ ബോട്ടിലിൻ്റെ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തായിട്ട് ചുറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റി കെട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് ഒരേ ലെവലിൽ ഇരുന്നോളും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് നീറ്റായിട്ട് നമ്മളിതുപോലെ ചുറ്റിയെടുക്കുക. മുകൾ ഭാഗം വരെ ഇതുപോലെ ചുറ്റി കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ത്രെഡ് യൂസ് ചെയ്ത് ബോട്ടിലിൻ്റെ താഴ്ഭാഗത്തും ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് ചുറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, താഴ്ഭാഗത്തും ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്ലേ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്ത ഭാഗത്തും അതുപോലെ ത്രെഡ് കെട്ടിക്കൊടുത്ത ഭാഗത്തെല്ലാം നമ്മൾ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ കളർ ആക്രിലിക് പൗഡറാണ്. അത് വിരൽ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ക്ലേ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ഗോൾഡൻ കളർ ആക്രിലിക് പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിലിന് ഒരു ആൻറ്റിക് ലുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യാനുള്ളത് വാർണിഷ് അടിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ യൂസ് ചെയ്യണത് പെബിയോടെ പിക്ചർ വാർണിഷാണ്, സ്പ്രേ വാർണിഷാണിത്. അപ്പോൾ ഇത് ഞാനിതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറച്ചെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നതാണ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഞാനൊന്ന് പോകണം, വേറെ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്